അൾത്താരയിലേക്ക് അഗ്നിയിറങ്ങുകയാ, ആത്മാഭിഷേക വേളയിതാ വരവാ, അവർണ്ണനീയ ദാനം ഉൾക്കൊള്ളാം. അനുരഞ്ജിതരാകാം അജഗണമേ വരുവിൻ, അൾത്താരയിലേക്ക് അഗ്നിയിറങ്ങുകയാ, ആത്മാഭിഷേക വേളയിതാ വരവാ, അവർണ്ണനീയ ദാനം ഉൾക്കൊള്ളാം. അനുരഞ്ജിതരാകാം അജഗണമേ വരുവിൻ, ഓർമ്മയ്ക്കായി ചെയ്തിടാം അർപ്പിക്കാം ഈ കുർബാന, കാൽവരി മലയിലെ കുരിശിലെ ബലിയെ പുനരർപ്പിക്കും നിമിഷമിതാ, രക്ഷാകരമാം സമയമിതാ. ഒരിക്കൽ കൂടി നമുക്ക് ഈ വിശുദ്ധ ബലിയിൽ നമ്മുടെ നിയോഗങ്ങളൊക്കെ സമർപ്പിക്കാം. ദൈവം സ്വീകരിച്ചതായ ഒരേ ഒരു ബലിയെ നമ്മൾ കേട്ടിട്ടുള്ളൂ, അത് തൻ്റെ പുത്രൻ്റെ ബലിയാണ്. ആ ബലിയോട് ചേർത്ത് ജീവിതത്തെ സമർപ്പിക്കുന്ന എല്ലാവരുടെയും ബലികൾ സ്വീകരിക്കും. നമ്മുടെ ജീവിതമൊക്കെ ബലി തന്നെയാണ്. ഓരോ ദിവസവും ഒരുപാട് കഷ്ടപ്പാടുകളും ദുരിതങ്ങളുമൊക്കെ ഉണ്ട്. ഈ ഒരു പുതിയ ദിവസം, നമുക്കൊരു പുതിയ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഈ ദിവസവും ഈ കടന്നു വരാനിരിക്കുന്ന മാസത്തെയും ഒക്കെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമുക്കറിഞ്ഞുകൂടാ ഇനിയൊരു ജാഗരണ പ്രാർത്ഥനയിൽ വരെ നമ്മുടെ ജീവിതം ഉണ്ടാവുമെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ നമുക്കറിയാവുന്നൊരു കാര്യം, ആയിരിക്കുന്നിടത്തോളം ദൈവത്തിൻ്റെ കരങ്ങളിലായിരിക്കുക. ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഓരോ ദിവസത്തെയും സമർപ്പിക്കാം. ഇന്നത്തെ എല്ലാ ആഗ്രഹങ്ങളെയും ശുശ്രൂഷകളെയും നിയോഗങ്ങളെയൊക്കെ സമർപ്പിക്കാം. ദൈവം തൻ്റെ ഇഷ്ടം പോലെ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കട്ടെ. നന്മയ്ക്ക് വേണ്ടി മാത്രം ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. തീർച്ചയായും ദൈവം നന്മ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. ആ നന്മ നമുക്ക് ഓരോ ദിവസവും കൃത്യമായിട്ട് വെളിപ്പെട്ട് കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ കൂടെ. സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത് സ്നാപക യോഹന്നാൻ്റെ ശിരച്ഛേദം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ അതിനെ ഓർത്ത് ദുഃഖിക്കുന്ന ഹെറോദോസിനെയാണ്. ഹെറോദോസ് ദുഃഖിച്ചു, പക്ഷേ ആ ദുഃഖം യഥാർത്ഥമായിരുന്നില്ല, അത് അനുതാപത്തിലേക്ക് നയിക്കുന്ന ദുഃഖമായിരുന്നില്ല. പാപം ചെയ്യുന്ന എല്ലാ വ്യക്തികൾക്കും കുറ്റബോധം ഉണ്ടാവും. അത് അവനെ വേട്ടയാടിക്കൊണ്ടിരിക്കും. കുറ്റബോധം എപ്പോഴും വേട്ടയാടും. യൂദാസിനെ നോക്കിയാൽ മതി. കുറ്റബോധം അവനെ വേട്ടയാടി അവനെ നശിപ്പിച്ചു കളഞ്ഞു. പാപബോധം ഒരാളെ ദൈവത്തിലേക്ക് നയിക്കുമ്പോൾ കുറ്റബോധം ഒരാളെ ആത്മഹത്യയിലേക്കും നാശത്തിലേക്കും നയിക്കും. ഹെറോദോസ് കുറ്റബോധത്തിൻ്റെ അടിമയാണ്. ഹെറോദോസ് സ്നാപക യോഹന്നാനെ കൊന്നു. അത് ഭാര്യയുടെ അല്ലെങ്കിൽ ഭാര്യയായിട്ട് വെച്ചുകൊണ്ടിരുന്ന സ്വന്തം സഹോദരൻ്റെ ഭാര്യയുടെ നിർദ്ദേശപ്രകാരമാണ് അങ്ങനൊരു കാര്യം ചെയ്തത്. എന്നാൽ ആ പാപം അവനെ വേട്ടയാടിക്കൊണ്ടിരിക്കുക. സ്നാപക യോഹന്നാൻ മരിച്ചുപോയി. പക്ഷേ അതിനുശേഷം ഈശോ വചനം പ്രഘോഷിച്ച് സ്നാപക യോഹന്നാൻ പറയുന്ന കാര്യങ്ങൾ അതുപോലെ പറയുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ ഹെറോദോസിന് തോന്നിയത് ഇത് സ്നാപക യോഹന്നാനാണ്. കാരണം ഞാൻ കൊന്ന സ്നാപക യോഹന്നാൻ ഇന്നും ജീവിച്ചിരിക്കുന്നുവെന്ന ഒരു വലിയ കുറ്റബോധം ഹെറോദോസിന്റെ മനസ്സിലേക്ക് കടന്നു വന്നു. പ്രിയപ്പെട്ടവരെ, പാപം ചെയ്യുന്ന ഒരു വ്യക്തിയും, അതാരും ആയിക്കോട്ടെ, ക്രിസ്ത്യാനിയോ ഹൈന്ദവനോ മുസൽമാനോ പാഴ്സിയോ നിരീശ്വരവാദിയോ ആരും ആയിക്കോട്ടെ, അവൻ്റെ ഉള്ളിൽ കുറ്റബോധം ഉണ്ടാവും. കത്തോലിക്കരായ ക്രിസ്ത്യാനികളായ നമുക്കുള്ള യോഗ്യത എന്ന് പറയുന്നത് കുറ്റബോധത്തിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഉണ്ടാകേണ്ടത് പാപബോധമാണ്. ആ പാപബോധം നമ്മളെ ദൈവത്തിലേക്ക് നയിക്കണം. പാപം മോചിക്കാൻ കഴിവുള്ളവനിലേക്ക് നയിക്കണം. ദൈവം പാപങ്ങൾ മുഴുവൻ മോചിച്ച് നമ്മളെ വിശുദ്ധീകരിക്കും. അതുകൊണ്ട് നമ്മളാരും പാപം ചെയ്യുന്നതിനോർത്ത് കുറ്റബോധം കൊണ്ട് നടക്കേണ്ടവരല്ല, പാപബോധം ഉണ്ടായിരിക്കേണ്ടവരാണ്. അതുകൊണ്ട് നമുക്ക് അനുദപിക്കാം. നമ്മൾ ഏതെങ്കിലും പ്രവൃത്തികൾ ദൈവത്തെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, സഹോദരങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു നിമിഷം നമുക്ക് കർത്താവിന് മാപ്പ് ചോദിക്കാം. ഈ വിശുദ്ധ കുർബാന ഈശോയെ യോഗ്യതയോടെ സ്വീകരിക്കുവാൻ ഏറ്റവും അധികമായിട്ട് നമുക്ക് വേണ്ട യോഗ്യത എന്ന് പറയുന്നത് നമ്മൾ പാപം ക്ഷമിക്കപ്പെട്ടവരായിരിക്കണം. പാപം ക്ഷമിക്കപ്പെട്ട വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരു തടസ്സവുമില്ല, മറ്റൊരു തടസ്സവുമില്ല. അതുകൊണ്ട് ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം. നമ്മുടെ പാപകരമായ എല്ലാ സാഹചര്യങ്ങളെയും കർത്താവിന് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ ചിന്തകൾ, വാക്കുകൾ, പ്രവൃത്തികൾ ഒക്കെ ദൈവത്തിന് വിട്ടുകൊടുക്കാം. കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. എല്ലാ പാപങ്ങളും ക്ഷമിച്ച് ഞങ്ങളെ ഏറ്റെടുക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും
എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരനെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. പ്രിയപ്പെട്ട തിരുസഭയിൽ ഇന്ന് വിശുദ്ധ ജോൺ ബ്രിട്ടോയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ജോൺ ബ്രിട്ടോ ഭാരതത്തിൽ വന്ന് മിഷണറി സേവനം നടത്തിയ ഒരു വൈദികനാണ്. ഭാരതത്തിൽ വെച്ച് രക്തസാക്ഷിയായ വൈദികനാണ്. പ്രത്യേകമായി നമുക്ക് ഈ ജോൺ ബ്രിട്ടോയുടെ മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, കത്തോലിക്ക വിശ്വാസം ഭാരതത്തിൽ പ്രചരിപ്പിക്കുവാൻ രക്തസാക്ഷിയായ വിശുദ്ധ ജോണിന് അജയ്യമായ ശക്തി അങ്ങ് നൽകിയല്ലോ. ആ വിശുദ്ധന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ പുണ്യയോഗ്യതകളാലും മധ്യസ്ഥത്താലും അദ്ദേഹത്തിന്റെ മാതൃക അനുഗമിക്കുവാനുള്ള വരം നൽകണമേ. കർത്താവായ അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ഒന്നാം വായന പ്രഭാഷകന്റെ പുസ്തകത്തിൽ നിന്ന് 47-ാം അധ്യായം 2 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. സമാധാന ബലിയിൽ വിശിഷ്ടമായ കൊഴുപ്പെന്ന പോലെ ഇസ്രായേൽ ജനത്തിൽ നിന്ന് ദാവീദ് തിരഞ്ഞെടുക്കപ്പെട്ടു. അവൻ കോലാട്ടിൻകുട്ടികളോടുകൂടെ എന്ന പോലെ സിംഹങ്ങളുമായും ചെമ്മരിയാട്ടിൻകുട്ടികളോട് കൂടെ എന്ന പോലെ കരടികളുമായും കളിയാടി. അവൻ യൗവനത്തിൽ കവിണയിൽ കല്ല് ചേർത്ത് കരമുയർത്തിയപ്പോൾ ഗോലിയാത്തിന്റെ അഹങ്കാരം തകർത്തില്ലേ? ആ മല്ലനെ കൊന്ന് അവൻ ജനത്തിന്റെ അപമാനം നീക്കിയില്ലേ? അവൻ അത്യുന്നതനായ കർത്താവിനോട് അപേക്ഷിച്ചു. തന്റെ ജനത്തിന്റെ ശക്തി വർദ്ധിക്കുന്നതിനു വേണ്ടി ഒരു യുദ്ധവീരനെ കൊല്ലുന്നതിന് അവിടുന്ന് അവന്റെ വലതുകരം ശക്തമാക്കി. 10,000 മേൽ വിജയം വരിച്ചവൻ എന്ന് ആർത്തു വിളിച്ചുകൊണ്ട് അവർ അവനെ മഹത്വത്തിന്റെ കിരീടം അണിയിച്ചു. കർത്താവിന്റെ അനുഗ്രഹങ്ങളെ പ്രതി അവർ അവനെ സ്തുതിച്ചു. ചുറ്റുമുള്ള ശത്രുക്കളെ അവൻ തുടച്ചു മാറ്റി. എതിരാളികളായ ഫിലിസ്ത്യരെ അവൻ നശിപ്പിച്ചു. ഇന്നും അവർ ശക്തിയുറ്റവരായി കഴിയുന്നു. തന്റെ എല്ലാ പ്രവൃത്തികളിലും അവൻ അത്യുന്നതന്റെ മഹത്വം പ്രകീർത്തിച്ച് പരിശുദ്ധനായ ദൈവത്തിന് കൃതജ്ഞതയർപ്പിച്ചു. അവൻ പൂർണ്ണ ഹൃദയത്തോടെ സൃഷ്ടാവിനെ സ്നേഹിക്കുകയും അവിടത്തേക്ക് സ്തുതി പാടുകയും ചെയ്തു. ബലിപീഠത്തിനു മുമ്പിൽ മധുരമായ ഗാനം ആലപിക്കുവാൻ അവൻ ഗായക സംഘത്തെ നിയോഗിച്ചു. അവൻ ഉത്സവങ്ങൾക്ക് മനോഹാരിത പകരുകയും അവയുടെ കാലം നിശ്ചയിക്കുകയും ചെയ്തു. അവർ ദൈവത്തിന്റെ വിശുദ്ധനാമത്തെ സ്തുതിച്ചപ്പോൾ അവരുടെ സ്തുതിഗീതകളാൽ ഉദയത്തിനു മുമ്പ് തന്നെ വിശുദ്ധ സ്ഥലം മുഖരിതമായി. കർത്താവ് അവന്റെ പാപം നീക്കിക്കളയുകയും അവന്റെ അധികാരം എന്നേക്കും ഉറപ്പിക്കുകയും ചെയ്തു. അവിടുന്ന് അവന് രാജ്യത്വവും ഇസ്രായേൽ മഹത്വത്തിന്റെ സിംഹാസനവും ഉടമ്പടി വഴി നൽകി. ദൈവവചനമാണ് നാം കേട്ടത്. ദൈവവചനമിതാ, ജീവദായക വചനമിതാ,
മനുഷ്യപുത്രൻ മനസ്സിൽ വിതറും ദൈവവചനമിതാ, 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 ജീവദായക വചനമിതാ, മനുഷ്യപുത്രൻ മനസ്സിൽ വിതറും ദൈവവചനമിതാ, ദൈവവചനമിതാ. നിൽക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങയോടുകൂടെ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 6 വചനങ്ങൾ 14 മുതൽ. അക്കാലത്ത് ഹെറോദേസ് രാജാവ് യേശുവിനെ പറ്റി കേട്ടു. യേശുവിന്റെ പേര് പ്രസിദ്ധമായി കഴിഞ്ഞിരുന്നു. ചിലർ പറഞ്ഞു, സ്നാപക യോഹന്നാൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ടാണ് അത്ഭുതകരമായ ഈ ശക്തികൾ ഇവനിൽ പ്രവർത്തിക്കുന്നത്. മറ്റു ചിലർ പറഞ്ഞു, ഇവൻ ഏലിയാണ്. വേറെ ചിലർ പറഞ്ഞു, പ്രവാചകരിൽ ഒരുവനെ പോലെ ഇവനും ഒരു പ്രവാചകനാണ്. എന്നാൽ ഇതെല്ലാം കേട്ടപ്പോൾ ഹെറോദേസ് പ്രസ്താവിച്ചു, ഞാൻ ശിരച്ഛേദം ചെയ്ത യോഹന്നാൻ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഹെറോദേസ് ആളയച്ച് യോഹന്നാനെ പിടിപ്പിക്കുകയും കാരാഗൃഹത്തിൽ ബന്ധിക്കുകയും ചെയ്തിരുന്നു. സ്വന്തം സഹോദരനായ ഫിലിപ്പോസിന്റെ ഭാര്യ ഹെറോദിയ നിമിത്തമാണ് അവൻ ഇങ്ങനെ ചെയ്തത്. അവൻ അവളെ വിവാഹം ചെയ്തിരുന്നു. യോഹന്നാൻ ഹെറോദേസിനോട് പറഞ്ഞു, സഹോദരന്റെ ഭാര്യയെ നീ സ്വന്തമാക്കുന്നത് നിഷിദ്ധമാണ്. തന്മൂലം ഹെറോദിയായ്ക്ക് യോഹന്നാനോട് വിരോധം തോന്നി. എന്നാൽ അവനെ വധിക്കാൻ അവൾ ആഗ്രഹിച്ചു. എന്നാൽ അവൾക്ക് സാധിച്ചില്ല. എന്തെന്നാൽ യോഹന്നാൻ നീതിമാനും വിശുദ്ധനുമാണെന്ന് അറിഞ്ഞിരുന്നതുകൊണ്ട് ഹെറോദേസ് അവനെ ഭയപ്പെട്ടു സംരക്ഷണം നൽകി പോന്നു. അവന്റെ വാക്കുകൾ അവനെ അസ്വസ്ഥനാക്കിയിരുന്നെങ്കിലും അവൻ പറയുന്നതെല്ലാം സന്തോഷത്തോടെ കേൾക്കുമായിരുന്നു. ഹെറോദേസ് തന്റെ ജന്മദിനത്തിൽ രാജസേവകന്മാർക്കും സഹസ്രാധിപന്മാർക്കും ഗലീലയിലെ പ്രമാണികൾക്കും വിരുന്ന് നൽകിയപ്പോൾ ഹെറോദിയായ്ക്ക് അനുകൂലമായ ഒരു അവസരം വന്നു ചേർന്നു. അവളുടെ മകൾ വന്ന് നൃത്തം ചെയ്ത് ഹെറോദേസിനെയും അതിഥികളെയും പ്രീതിപ്പെടുത്തി. രാജാവ് പെൺകുട്ടിയോട് പറഞ്ഞു, നീ ആഗ്രഹിക്കുന്നത് എന്തും ചോദിച്ചു കൊള്ളുക, അത് ഞാൻ നിനക്ക് തരും. അവൻ അവളോട് ശപഥം ചെയ്ത് പറഞ്ഞു, നീ എന്തു തന്നെ ചോദിച്ചാലും എൻ്റെ രാജ്യത്തിൻ്റെ പകുതി പോലും ഞാൻ നിനക്ക് തരും. അവൾ പോയി അമ്മയോട് ചോദിച്ചു, ഞാൻ എന്താണ് ആവശ്യപ്പെടേണ്ടത്? അമ്മ പറഞ്ഞു, സ്നാപക യോഹന്നാന്റെ ശിരസ്. അവൾ ഉടനെ അകത്ത് ചെന്ന് രാജാവിനോട് ആവശ്യപ്പെട്ടു, ഇപ്പോൾ തന്നെ സ്നാപക യോഹന്നാന്റെ ശിരസ് ഒരു തളികയിൽ വെച്ച് എനിക്ക് തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. രാജാവ് അതീവ ദുഃഖിതനായി. എങ്കിലും തന്റെ ശപഥത്തെ പ്രതിയും അതിഥികളെ വിചാരിച്ചും അവളുടെ ആഗ്രഹം നിരസിക്കാൻ അവന് തോന്നിയില്ല. അവന്റെ തല കൊണ്ടുവരാൻ ആജ്ഞാപിച്ച് ഒരു സേവകനെ രാജാവ് ഉടനെ അയച്ചു. അവൻ കാരാഗ്രഹത്തിൽ ചെന്ന് യോഹന്നാന്റെ തല വെട്ടിയെടുത്തു. അതൊരു തളികയിൽ വെച്ച് കൊണ്ടുവന്നു പെൺകുട്ടിക്ക് കൊടുത്തു. അവൾ അത് അമ്മയെ ഏൽപ്പിച്ചു. ഈ വിവരം അറിഞ്ഞ യോഹന്നാന്റെ ശിഷ്യന്മാർ വന്ന് മൃതദേഹം കല്ലറയിൽ സംസ്കരിച്ചു. സുവിശേഷ വചനമാണ് നാം കേട്ടത്. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. നമുക്കിരിക്കാം. കാഴ്ചവെപ്പ് ഗാനത്തിൽ പങ്കുചേരാം. ഹൃദയതാലത്തിൽ കാഴ്ചയേകാനായി വരുന്നിതാ ഞങ്ങൾ, സ്വീകരിക്കണമേ. ഹൃദയതാലത്തിൽ കാഴ്ചയേകാനായി വരുന്നിതാ ഞങ്ങൾ, സ്വീകരിക്കണമേ. നിറയുമേ കാസയിൽ ഉയരുമേ പീലാസയിൽ, ഏഴയാമെന്നാത്മവ്യഥകൾ സമർപ്പിക്കുന്നു. സ്വീകരിക്കണമേ നാഥാ, സർവവും കാഴ്ചയായി
സഹോദരരെ, എന്റെയും നിങ്ങളുടെയും ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും സാർവദേശയുടെ നന്മയ്ക്കുമായും ഞങ്ങളുടെ കരങ്ങളിൽ നിന്ന് ബലി സ്വീകരിക്കുമാറാകട്ടെ. പിതാവേ, ഞങ്ങൾ അർപ്പിക്കുന്ന കാഴ്ചദ്രവ്യങ്ങൾ സ്വീകരിച്ച് രക്തസാക്ഷിയായ വിശുദ്ധ ജോണിന്റെ മധ്യസ്ഥതയാൽ അങ്ങേ പുത്രന്റെ പീഡാസഹനത്തെയും മരണത്തെയും അനുകരിക്കുവാനും അവിടുത്തെ പുനരുത്ഥാനത്തിലും മഹിമയിലും പങ്കുകൊള്ളുവാനും അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങയുടെ കൂടെ. ഹൃദയം കർത്താവിലേക്ക് ഉയർത്തുവിൻ. ഇതാ ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായമത്രേ. സർവേശ പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുക ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. വേദസാക്ഷികളായ വിശുദ്ധ ജോണിന്റെയും വിശുദ്ധ അഗതയുടെയും അവർ ക്രിസ്തുവിനെ അനുകരിച്ച് അങ്ങയെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി ചിന്തിയ രക്തം വിശ്വാസ സത്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നു. അങ്ങനെ ബലഹീനരായ ഞങ്ങളെ അങ്ങ് ബലിഷ്ഠരാക്കുകയും സുധീരം അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ആകയാൽ സ്വർഗീയ ശാക്തികന്മാരോട് ചേർന്ന് ഈ ഭൂമിയിൽ അങ്ങയെ ഞങ്ങൾ പ്രഘോഷിക്കുന്നു. മഹാപ്രതാപവാനായ അങ്ങയുടെ സ്തുതിഗീതം ഞങ്ങൾ അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഓസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഓസാന 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 അത്യുന്നതങ്ങളിൽ ഓസാന. നമുക്കെല്ലാവർക്കും മുട്ടുകുത്തി നിൽക്കാം. സ്തോത്രയാഗ പ്രാർത്ഥനയുടെ സമയം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെയും കുടുംബത്തെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഈ അപ്പത്തിലേക്കും വീഞ്ഞിലേക്കും കടന്നു വരുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലും കടന്നു വരുവാൻ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, അങ്ങ് പരമപരിശുദ്ധനാകുന്നു. വിശുദ്ധിയുടെയും ഉറവിടവും അങ്ങ് തന്നെ. ആകയാൽ അങ്ങയുടെ പരിശുദ്ധാത്മാവ് വഴി ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുശരീരവും തിരുരക്തവുമായി തീരുമാറാകട്ടെ. ക്രിസ്തുനാഥൻ പീഡാസഹനത്തിന് സ്വയം ഏൽപ്പിച്ചു കൊടുത്ത രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചൊല്ലി ഭാഗിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചരുളി, എല്ലാവരും ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ. ഇത് എന്റെ ശരീരമാകുന്നു, നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരം. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും കൃതജ്ഞതാ സ്തോത്രം ചൊല്ലി ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചരുളി, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. ഇത് എന്റെ രക്തമാകുന്നു, നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ രക്തം.
നിങ്ങൾക്കും എല്ലാവർക്കും വേണ്ടി പാപമോചനത്തിനായി ചിന്തുവാനിരിക്കുന്ന എന്റെ രക്തം, ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ ഈ മഹാരഹസ്യം നമുക്ക് പ്രഖ്യാപിക്കാം. കർത്താവേ, അങ്ങയുടെ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങയുടെ ഉയർപ്പിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, അങ്ങയുടെ വരവിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു. പിതാവേ, ക്രിസ്തുനാഥന്റെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് നിത്യജീവൻ അരുളുന്ന അപ്പവും നിത്യരക്ഷ നൽകുന്ന പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. അങ്ങയുടെ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഏറ്റവും താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു, ക്രിസ്തുവിന്റെ തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവേ ഏകീകരിക്കുമാറാകട്ടെ. പിതാവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന തിരുസഭയെ തൃക്കൺ പാർക്കണമേ. അങ്ങയുടെ ദാസനായ ഫ്രാൻസിസ് മാർപ്പാപ്പയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സെബാസ്റ്റ്യൻ മെത്രാനും എല്ലാ മെത്രാന്മാരും വൈദികരും സന്യസ്തരും അൽമായരും ഉൾപ്പെട്ട സഭയെ സ്നേഹത്തിന്റെ പരിപൂർണതയിലെത്തിക്കണമേ. ഉയർക്കുമെന്ന പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരീ സഹോദരന്മാരെയും മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കണമേ. അങ്ങയുടെ തേജോമയമായ തിരുമുഖം ദർശിക്കുവാൻ അവർക്ക് ഭാഗ്യമരണമേ. എളിയ ദാസരായ ഞങ്ങളെയും കടാക്ഷിക്കണമേ. ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും മാറിയ യോസേപ്പിനോടും വിശുദ്ധ ഫ്രാൻസിസ് സാലസിനോടും അപ്പസ്തോലഗണത്തോടും ലോകാരംഭം മുതൽ അങ്ങേക്ക് പ്രിയങ്കരമാമിതം ജീവിതം നയിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യായുസ്സിൽ പങ്കുചേരുവാനും അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തു വഴി അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുവാനും ഞങ്ങളെ അർഹരാക്കണമേ. ദൈവമേ, സർവശക്തനായ പിതാവേ, അങ്ങേക്ക് ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ മഹിമയും ആരാധനയും എന്നും എന്നേക്കും. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഒരിക്കൽ കൂടി പിതാവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ കരങ്ങളും നമ്മുടെ ഹൃദയവും നമ്മുടെ ആഗ്രഹങ്ങളും ചേർത്ത് വെച്ച് പിതാവിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് ആഗ്രഹിച്ച് ഈശോ പഠിപ്പിച്ചതുപോലെ, ഈശോ കാണിച്ചു തന്നതുപോലെ പിതാവിൻ്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ നിറവേറാൻ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഈ കാലയളവിലും ഞങ്ങൾക്ക് സമാധാനം അരുളണമേ. പാപത്തിൽ നിന്നും രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും ഞങ്ങളെ എപ്പോഴും കരുണാപൂർവം കാത്തുകൊള്ളണമേ. നിത്യസൗഭാഗ്യവും രക്ഷകനായ യേശുക്രിസ്തുവിന്റെ പുനരാഗമനവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ രാജ്യം, ശക്തി, മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. അന്ത്യദാനമായി സമാധാനം നിങ്ങൾക്ക് നൽകുന്നു. എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് കർത്താവായ യേശുക്രിസ്തുവെ അങ്ങ് അപ്പസ്തോലന്മാരോട് അരുളി ചെയ്തുവല്ലോ. ഞങ്ങളുടെ പാപങ്ങൾ പരിഗണിക്കാതെ അങ്ങ് തിരുസഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങയുടെ തിരുവുള്ളത്തിനൊത്തവണ്ണം തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും കൽപ്പിച്ചരുളിയാലും എന്നും ജീവിച്ചു വാഴുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിന്റെ പാപങ്ങളൊക്കെ ദൈവത്തിന്റെ കുഞ്ഞാടെയും ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെയും ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെയും ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. ഈ ദിവ്യ കുഞ്ഞാടിന്റെ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ ഭാഗ്യമുള്ളവർ. കർത്താവേ, അങ്ങന്റെ വീട്ടിലെഴുന്നള്ളുവാൻ വേണ്ട യോഗ്യത എനിക്കില്ല. അങ്ങൊന്ന് കൽപ്പിച്ചാൽ മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിന്റെ തിരുശരീര രക്തങ്ങൾ നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ.
ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനാ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനാ. സൃഷ്ടികളിൽ ഞാൻ കണ്ടു നിൻ കരവിരുത്, അത്ഭുതമാം നിൻ ജ്ഞാനത്തിൻ പൂർണ്ണതയും. സൃഷ്ടികളിൽ ഞാൻ കണ്ടു നിൻ കരവിരുത്, അത്ഭുതമാം നിൻ ജ്ഞാനത്തിൻ പൂർണ്ണതയും. പകരം എന്തു നൽകും ഞാനിനി, നന്ദിയാലെന്നും വാഴ്ത്തിയിടും സൃഷ്ടാവേ. പകരം എന്തു നൽകും ഞാനിനി, നന്ദിയാലെന്നും വാഴ്ത്തിയിടും സൃഷ്ടാവേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവേശ്വര, ഈ കൂദാശയുടെ ശുശ്രൂഷ വഴി രക്ഷാകര രഹസ്യങ്ങളാൽ പരിപോഷിതരായ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. രക്തസാക്ഷിയായ വിശുദ്ധ ജോണിൻ്റെ മധ്യസ്ഥതയാൽ ഞങ്ങൾക്ക് പാപമോചനവും ശാശ്വത സമാധാനവും നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങയുടെ കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ദിവ്യ പൂജ സമാപിച്ചു. ദൈവത്തിന് സ്തുതി. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ക്രിസ്ത്യാനികളുടെ സഹായമായ പരിശുദ്ധ മറിയമേ, വിശുദ്ധ ഫ്രാൻസിസ് സാലസേ, വിശുദ്ധ അൽഫോൻസാമേ, ശമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതിയല്ലി നമുക്ക് കാപ്പി ക്രമീകരിച്ചിട്ടുണ്ട്. കുടിച്ച് നമുക്ക് ഭവനങ്ങളിലേക്ക് മടങ്ങാം.